മലയാളത്തിലെ മാധ്യമങ്ങൾ, പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളടക്കം എല്ലാവരും തന്നെ തിരസ്കരിച്ചിരുന്ന ഒരു വാർത്ത ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് എൻ്റെ വീഡിയോയിലൂടെ ചെയ്തിരുന്നു. അത് പാർലമെൻറ്റിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ഒട്ടും ഭൂഷണമല്ല. ഇത് തുടരരുത്. ഇത് അമിത്ഷായും അതുപോലെ നരേന്ദ്രമോദിയും ഒക്കെ പാർലമെൻറ്റിലേക്ക് വരേണ്ടതാണ്. അല്ലാതെ അമിത്ഷാ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയെങ്കിലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ അമിത്ഷാ അതുപോലുമില്ല. അവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇത് പാർലമെൻറ്റ് തന്നെ ഭൂഷണമല്ല എന്നുള്ളത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ചില നടപടികൾ, അസാധാരണമായിട്ടുള്ള ചില നടപടികൾ രാജ്യസഭാ ചെയർമാനും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള CP രാധാകൃഷ്ണൻ തന്നെ എടുത്തു. അതാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് മനോരമ അത് വലിയ വാർത്തയായി യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത്തരം ദിവസങ്ങളിൽ ഇത്തരം വാർത്തകളൊന്നും വലിയ ഗൗരവത്തിൽ കൊടുത്തിരുന്നില്ല. പക്ഷേ ഇന്ന് മനോരമയുടെ ഹെഡിങ് അതാണ് എന്നുള്ളതാണ്. അതിൽ പാർലമെൻ്ററി കാര്യമന്ത്രിയോട് ഉപരാഷ്ട്രപതി, അതായത് പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജുവിനോട് ചെയർമാൻ പറഞ്ഞേക്കണത്, അതായത് രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള എന്നാൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള CP രാധാകൃഷ്ണൻ, അദ്ദേഹവും BJP-കാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയാലോ ഇതൊരു മര്യാദയല്ല എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞേക്കണത് പാർലമെൻ്ററി കാര്യമന്ത്രിയോട് ഉപരാഷ്ട്രപതി പറഞ്ഞേക്കണത് അമിത്ഷായോട് വരാൻ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ അമിത്ഷായോട് രാജ്യസഭ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് വരാൻ പറയൂ, എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ എന്നാണ് പറഞ്ഞേക്കണത്. അതുപോലെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ബഹളം ഉണ്ടാക്കരുത് എന്ന് പറയുന്ന കർശന നിർദ്ദേശവും CP രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വാർത്തയിലെ ചില ഭാഗങ്ങൾ മാത്രം നിങ്ങളോടൊന്ന് വായിക്കാം, എന്നിട്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ കൂടി പറയാം. കേന്ദ്രമന്ത്രി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്തതിനെ തുടർന്നുള്ള പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ അസാധാരണ ഇടപെടലുമായി ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ CP രാധാകൃഷ്ണൻ. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള അംഗമാണ്, നമുക്കറിയാം. അദ്ദേഹം നേതാവാണ്, BJP-യുടെ നേതാവാണ്. അപ്പോൾ സഭയിൽ എത്തണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിക്കാൻ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനോട് ചെയർമാൻ അഭ്യർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ വരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആഭ്യന്തരമന്ത്രി ഇതിനെയും എതിർത്തുകൊണ്ട് വരാതിരിക്കുമോ എന്നറിയില്ല. കാരണം ഇതൊക്കെ ആഭ്യന്തരമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് പ്രശ്നമാണ്. സഭ കൃത്യമായിട്ട് ചേരാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ ഈ CP രാധാകൃഷ്ണൻ പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം അറിയുന്നുണ്ടാവുമല്ലോ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ CP രാധാകൃഷ്ണൻ, അതായത് BJP-യുടെ നേതാവും ഉപരാഷ്ട്രപതിയുമായിട്ടുള്ള അദ്ദേഹത്തിന് പോലും ഇതിൽ മടുപ്പ് തോന്നിയിരിക്കുന്നു. ഇതെങ്ങനെയാണ് സഭ ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന കിരൺ റിജിജുവിനോട് ചെയർമാൻ തന്നെ അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വരാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും സഭയിൽ എത്തിച്ചേരണം. സഭയിൽ ഏത് മന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് കിരൺ റിജിജു ഒരു പ്രതിരോധമുയർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ചെയർമാൻ അതിനകത്തും ഇടപെട്ടു. അതായത് CP രാധാകൃഷ്ണൻ അതിനകത്തും ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റേത് നിർദ്ദേശമല്ല, പകരം അഭ്യർത്ഥനയാണെന്നും അത് പ്രതിപക്ഷത്തിൻ്റെ വികാരമാണെന്നും കൂടി ചെയർമാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വർത്തമാനമാണ്, അല്ലെങ്കിൽ അതേ നിലപാടാണ് യഥാർത്ഥത്തിൽ CP രാധാകൃഷ്ണൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, നമ്മുടെ ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുതെന്നും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിച്ചു. കൂടാതെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒരു കാരണവശാലും ബഹളം വെക്കരുതെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഭരണപക്ഷത്തിന് കൊടുത്തത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രേക്ഷകർ ഓർത്തിരിക്കണം. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് ക്രൂരമായി കുട്ടികളെ നേരിട്ടതിനെക്കുറിച്ച് അമിത്ഷാ പാർലമെൻറ്റിൽ മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ദിവസങ്ങളായി ഇരു സഭകളിലും പ്രതിഷേധിക്കുകയാണ്. ഇത് കാരണം ബില്ലുകളൊക്കെ തന്നെ ചർച്ചയില്ലാതെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശൂന്യവേള തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നമ്മുടെ കിരൺ റിജിജു ഇതിൽ എരുതയിൽ എണ്ണ കോരി ഒഴിക്കുന്നൊരു പരിപാടി കൂടി ചെയ്തു. ആ പരിപാടി എന്ന് പറയുന്നത് റൂൾ ബുക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തതാണ്, വിമർശിച്ചതാണ് പ്രതിപക്ഷത്തെ. അദ്ദേഹം പറഞ്ഞത് ഒരേ വിഷയം എല്ലാ ദിവസവും ഉന്നയിക്കാൻ സാധിക്കില്ല. സഭയിലെ പുതിയ അംഗമെന്ന നിലയിൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്ക് ഉൾപ്പെടെ ആദ്യ പ്രസംഗം നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഗദ്ഗതം, അതായത് കോൺഗ്രസിൻ്റെ പവൻ ഖേര പ്രസംഗിച്ചിട്ടില്ല എന്നുള്ള ഗദ്ഗതം കൂടി പുള്ളി പറഞ്ഞു. കിരൺ റിജിജു പറഞ്ഞു. ഉടനെ തന്നെ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് രാജ്യസഭയിലെ. കൂടാതെ നമുക്കറിയാമല്ലോ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റാണ്. വളരെ ഈ പറയുന്ന പോലെ കിരൺ റിജിജുവിൻ്റെയൊക്കെ ഇരട്ടി പരിചയ സമ്പത്തുള്ള പാർലമെൻ്ററേറിയനാണ്. അദ്ദേഹം പറഞ്ഞത്
ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിലെത്തണം, ഞങ്ങൾക്ക് കിരൺ റിജിജുവിൽ നിന്ന് ചട്ടമൊന്നും പഠിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വളരെ നിസ്സാരമായിട്ടുള്ള ആവശ്യമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എന്ത് ചെയ്യണം? സഭയിലെത്തണം. കാരണം ഇന്ത്യൻ ജനങ്ങളുടെ ശബ്ദം കേൾക്കണം. ഇന്ത്യയിലെ ജനങ്ങളുടെ ശബ്ദമാണ് അവിടെ പ്രതിധ്വനിക്കുന്നത്, ഓരോ മണ്ഡലത്തിൽ നിന്നും വന്നിട്ടുള്ള MP-മാരുടെ. അപ്പോൾ ഇതൊന്നും കേൾക്കാനവരില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് ചോദ്യം ഉയർത്തുന്നതെന്നും ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഖാർഗെ പറഞ്ഞു. അമിത്ഷാ പതിവായിട്ട്, വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം, അമിത്ഷാ പതിവായിട്ട് പാർലമെൻറ്റ് മന്ദിരത്തിലെ ഓഫീസിലെത്തുന്നുണ്ടെങ്കിലും പുള്ളി സഭയിലേക്ക് കാലെടുത്ത് വെക്കുന്നില്ല. ജനാധിപത്യ മര്യാദകളെല്ലാം ലംഘിക്കുന്ന പെരുമാറ്റമാണിതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാർലമെൻറ്റിലെ ചോദ്യങ്ങളെ ഭയന്ന് പിന്മാറുന്ന പ്രധാനമന്ത്രി പാതിരാത്രി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയാണ്. അവിടെ പിന്നെ ചോദ്യമൊന്നും ചോദിക്കില്ല, ആർക്കും ഉത്തരം നൽകേണ്ടി വരില്ല. അതുകൊണ്ട് ചെയർമാൻ്റെ ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ വിജയമാണെന്ന് CPIയുടെ കക്ഷി നേതാവായിട്ടുള്ള സന്തോഷ് കുമാർ കൂടി പറഞ്ഞു എന്നാണ്. ഇത് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി നിങ്ങളോട് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം അതീവ ഗുരുതരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭൂഷണമല്ല, യഥാർത്ഥത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ വില നിരന്തരമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ ശരിയാണ് എന്നുള്ളത്, എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടല്ല, പക്ഷേ ശരിയാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ BJPയുടെ നേതാവായിട്ടുള്ള ഇന്ത്യൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള CP രാധാകൃഷ്ണൻ പോലും തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് അമിത്ഷാ പാർലമെൻറ്റിനകത്തുള്ള ഓഫീസിൽ വന്ന് അവിടെ വന്നിരുന്നാൽ പോരാ, ഈ പാർലമെൻ്റ് അകത്തേക്ക് കൂടി വന്ന് മറുപടി പറയൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി മറുപടി പറയുമോ അതോ ഉപരാഷ്ട്രപതിയെയും രാജ്യസഭാ ചെയർമാനെയും പോലും ബഹുമാനമില്ലാതെ കാണുമോ എന്നുള്ളതൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം BJPയാണ് പാർട്ടി. അതുകൊണ്ട് അത് കാത്തിരുന്ന് കാണാം. പക്ഷേ ഇന്ന് വലിയ പ്രതിസന്ധിയിലേക്കായിപ്പോയൊരു ദിവസം കൂടിയാണ്. കാരണം മോഹൻ ഭഗവത് എന്ന് പറയുന്ന RSSൻ്റെ സർസംഘചാലക് തന്നെ ഈ സമരം നടത്തിയവരൊന്നും രാജ്യദ്രോഹികളല്ലെന്നും അവർ ഇന്ത്യക്കാരായ കുട്ടികളാണെന്നും അവർ പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരെ എന്തിനാണ് നിരോധിതരായിട്ടുള്ള പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ചത് എന്ന് പറയുന്ന ചോദ്യം കൂടിയുണ്ട്. ഹരിയാനയുടെ അടക്കം മറ്റ് നിരവധി സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇത് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് നിരോധിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഹാറിൽ അതുപോലെ AK-47 എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു AK-47 ഒരു പോലീസുകാരൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് എന്ന് നമുക്കറിയില്ല. കാരണം പോലീസിലൊക്കെ ഉള്ളവർക്കറിയാം, ഒരു ആയുധം കയ്യിൽ വെക്കണമെങ്കിൽ ഒരു ഉണ്ട കാണാതെ പോയാൽ പോലും വലിയ പ്രശ്നമാണ് പോലീസിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം എങ്ങനെയാണ് കിട്ടിയതെന്നറിയില്ല. യഥാർത്ഥത്തിൽ വീണ്ടും കുരുക്കിലേക്കാവുകയും BJPക്കകത്തും RSSനകത്തും തന്നെ വലിയ തോതിൽ അസംതൃപ്തി പടരുകയുമാണ് ചെയ്യുന്നത്. കാരണം ഒന്ന്, ഈ സമരത്തെ നേരിട്ട രീതി, രണ്ടാമത്തത് ഈ സമരത്തെ നേരിട്ടതിന് ശേഷം ഇപ്പോൾ സഭക്കകത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തെ വകവെക്കാത്ത രീതി, പാർലമെൻറ്റിനെ ബഹുമാനിക്കാത്ത രീതി, ഇതെല്ലാം അത്യന്തം വിമർശിക്കപ്പെടുകയും സൈകെട്ട് രാജ്യസഭാ ചെയർമാനും ഇന്ത്യൻ ഉപരാഷ്ട്രപതിക്ക് പോലും ആഭ്യന്തരമന്ത്രിയോട് സഭയിലേക്ക് വരൂ എന്ന് പറയുകയും ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്.